തവണയെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും മോസ്റ്റ് ബ്രൂട്ടൽ ആക്സലറേഷൻ ഉള്ള ഒരു വണ്ടി അത്. ഇൻ കംസ് ടു ഇനീഷ്യൽ ആക്സലറേഷൻ അല്ലെങ്കിൽ ഒരു ബ്രൂട്ടൽ അഗ്രസീവ് നേച്ചർ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതിൽ 2 വണ്ടികളാണ് സ്ട്രീറ്റ് ഫൈറ്റർ V4ഉം അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ ഡ്യൂക്ക് 1390 ഒക്കെ എന്നൊക്കെ പറയുന്നത്. ഇത് രണ്ടുമാണ് ഈ നേക്കഡ് മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ഓവറാൾ ഒരു ലിറ്റർ ക്ലാസ് മോട്ടോർ സൈക്കിളിലെ ഏറ്റവും ബ്രൂട്ടലായിട്ട് പവർ ചെയ്യുന്ന സാധനങ്ങൾ. ഭയങ്കര പവറാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ChatGPTയുടെ അടുത്ത്, നമ്മൾ ഓടിക്കാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. ChatGPTയിൽ ജസ്റ്റ് നോക്കിയ സമയത്ത് രണ്ടും ബ്രൂട്ടൽ തന്നെയാണ്. പക്ഷേ ഡ്യൂക്ക് 1390യുടെ ഒരു ബ്രൂട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വയലൻ്റ് ആണ്. അത് മോസ്റ്റ് ബ്രൂട്ടൽ ബീസ്റ്റ് ലൈക്ക് ആണ് എന്നുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ഡുക്കാറ്റിയിലോട്ട് വരുന്ന സമയത്ത് അത് പക്ക കൺട്രോൾഡ് ആണ്, അത് പക്ക പ്രിസൈസ്ഡ് ആണ്. ബ്രൂട്ടാലിറ്റിക്കും ഒരു കുറവില്ല. അതിനെ ഉപമിച്ചിരിക്കുന്നത് ഒരു പ്രൊഫഷണൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഫൈറ്ററിനെയാണ് ഉപമിച്ചിരിക്കുന്നത്. ചുമ്മാ ആവശ്യമില്ലാതെ കയറി ബ്രൂട്ടാലിറ്റി കാണിക്കത്തില്ല, എന്നാൽ കാണിക്കേണ്ട സമയത്ത് കാണിക്കുകയും ചെയ്യും. പക്ഷേ ഡ്യൂക്ക് അങ്ങനെയല്ല, എവരിവെയർ ബ്രൂട്ടലാണ്. അത് തൊട്ട അപ്പം കലിപ്പ അമ്മാതിരി സംഭവമാണ്. തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായം പറയാം കേട്ടിടത്തോളം. മറ്റേത് V4 സെറ്റപ്പിൽ വരുന്ന എഞ്ചിനാണ് ഡുക്കാറ്റി എന്ന് പറയുന്നത്. ഡ്യൂക്ക് എന്ന് പറഞ്ഞാൽ ഒരു V12 ആണ്. V12ൻ്റെ ഒരു പവർ ഡെലിവറി എന്നൊക്കെ പറഞ്ഞാൽ ഭീകരമാണ്. ഭയങ്കര ഫീലുള്ളൊരു പവർ ഡെലിവറിയാണ് ഈ ഒരു ഡ്യൂക്കിൻ്റെ എന്ന് പറഞ്ഞാൽ. മാസീവ് പവർ ഫീലാണ്, ഇൻസ്റ്റൻറ്റ് ടോർക്കാണ്. മറ്റേന്ന് പറഞ്ഞാൽ ഒരു 4 പിസ്റ്റൺ വരുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കൺട്രോളും വൺസ് ത്രോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും മോസ്റ്റ് പവർഫുള്ളായിട്ട് ഫീൽ ചെയ്യുക ഡുക്കാറ്റി തന്നെയായിരിക്കും.